വെട്ടികള് എല്ലാം ഇവിടെ കുത്തിയിരിക്കാണോ? ആ ചുംബന്റെ എഴുന്നള്ളത്തിനുള്ള സമയമായിട്ടുണ്ട്. എറിഞ്ഞി തുരത്തിനാ ഭക്ഷണന് നോക്കി നോക്കാറ് പോയി. നമസ്കാരം. അവിടത്തേക്ക് ഈ പറവൂർ നിവാസികളുടെ ആർദ്രമായ സ്വാഗതം. കാഞ്ഞിരക്കാടൻ ശപഥം നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്നു. ദിവ്യദൃഷ്ടിയുള്ളവരുടെ മുമ്പിൽ ചെയ്തുപോയ അപരാധം മറച്ചുവെച്ചിട്ട് ആവശ്യമില്ല. മാപ്പ് ചോദിക്കുന്നു. സംശയിക്കണ്ട. ഇന്ന് തന്നെ ആ ത്യാഗത്തിന്റെ വിശിഷ്ട ചിഹ്നം ഇവിടെ പ്രതിഷ്ഠിക്കും. കേരളത്തിൽ എന്റെ ജോലി ഏതാണ്ട് പൂർത്തിയായി. ഇതിന്റെ പുരോഗതി സുശക്തമായ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് എനിക്കറിയാം. ഇനി പാണ്ഡ്യനാടും തുടർന്നുള്ള ചോളനാടുമായിരിക്കും എന്റെ പ്രവർത്തനമല്ല. ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ കടുങ്കയ്ക്ക് പകരം ചോദിക്കണം. അഗ്രഹാരം വാങ്ങി മര്യാദ പഠിപ്പിക്കണം. തമ്പുരാക്കന്മാരെ കൊന്നുക്കളെ എല്ലാത്തിനെയും കൊലയ്ക്ക് കൊടുക്കണം. സഹിക്കില്ല.
എല്ലാവരുടെ ചോരയും കുതിക്കിന്റെ മുനേട്ടോ എന്താ ചെയ്യാ നമ്മൾ പാവങ്ങള്. മറ്റുള്ളവർ കാട്ടാനും അടിക്കാനും ഉള്ള കൂട്ടരും. എന്താണ് ഇവിടെ ബഹളം? സ്വാമി, തമ്പുരാക്കന്മാരെല്ലാം കൂടി എന്റെ കുഞ്ഞിനെ തന്നെ ചതിച്ചു. അമ്പലക്കുളം തീണ്ടിയതിന് പ്രായച്ചിത്തം ചെയ്തില്ലെങ്കിൽ ഈ കുടിലുകളെല്ലാം തീ വെച്ച് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് തമ്പ്രാക്കന്മാരുടെ കൂട്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. വരട്ടെ, ആ കൊളുത്തിലെ കൈ ഞാൻ അരിഞ്ഞെടുക്കും. സമാധാനപ്പെടും, അവർ വരട്ടെ. എന്നിട്ട് മതിയല്ലോ മറ്റാലോചനകൾ. വരട്ടെ. ഹീനജാതിക്കാർ തൊട്ടതാണ്, അശുദ്ധമായിരിക്കും. കൊടുക്കൂ അമ്മേ, കുടിക്കട്ടെ. സഹോദരന്മാരെ, സജാതീയരോ വിജാതീയരോ ആകട്ടെ, അടിമകളോ ഉടമകളോ ആകട്ടെ, എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരാത്മാവിൽ നിന്നും സ്നാനം ചെയ്യപ്പെട്ടു. ശരീരം ഒരവയവമല്ല, പലത് ചേർന്നതാണ്. ഞാൻ കൈ അല്ലാത്തതിനാൽ ശരീരത്തിന്റെ അല്ലെന്ന് കാല് പറയുകയാണെങ്കിൽ അല്ലാതായി തീരുമോ? ശരീരം മുഴുവൻ കണ്ണായാൽ നാം എങ്ങനെ കേൾക്കും? ശരീരം മുഴുവൻ കാതായാൽ നാം എങ്ങനെ കാണും? എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമില്ലെന്ന് കയ്യിനോട് പറയാൻ വയ്യ. ഏറ്റവും ബലഹീനമെന്ന് തോന്നുന്ന അവയവങ്ങളാണ് കൂടുതൽ ആവശ്യമെന്ന് നിങ്ങൾക്ക് ബോധ്യമായോ? നമ്മൾ ദൈവത്തിന്റെ ശരീരമാകുന്നു. വ്യക്തിപരമായ ഓരോരുത്തരും അതിന്റെ അവയവങ്ങളും. അത് മറക്കാതിരിക്കൂ. കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. രാജാതിരാജ രാജകുലശേഖര മഹിതോദാര അരികുല സംഹാര ചോളരാജ്യ കിരീടപതി അപ്പാൻ, നാം താങ്കളെ ഇന്നിവിടെ ക്ഷണിച്ചു വരുത്തിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ്. നമുക്ക് ഒരു കേളി സൗധം വേണം. ആധുനിക രീതിയിൽ അമ്പരചുംബിയായ അതിമനോഹരമായ ഒരു മാളിക, ശില്പകലയുടെ നൽപ്പും കെൽപ്പും കലർന്ന് കൽപ്പാന്തകാലം നിലനിൽക്കത്തക്കവണ്ണമുള്ള അതിമനോഹരവും അത്യത്ഭുതവുമായ ഒരു സൗധം. ഭാരതത്തിലെങ്കും അതിനു തുല്യമായി മറ്റൊരു സൗധം ഉണ്ടായിരിക്കാൻ പാടില്ല. അതിന്റെ നിർമ്മിതിയിലേക്ക് സഞ്ചാരിയായ താങ്കളുടെ എല്ലാവിധ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ നാം തയ്യാറാണ്. അവിടുത്തെ ഇംഗിതം അത് വിദേശ മാതൃകയിലുള്ള ഒന്നായിരിക്കണമെന്നാണോ? നിർബന്ധമില്ല. ഭാരതത്തിന് അത് പുതുമയായതുകൊണ്ട് വിരോധവുമില്ല. ഞാൻ ശില്പകലകളിൽ അനഭിജ്ഞനാണ്. വിദഗ്ധനായ ഒരു ശില്പിയെ വിദേശത്തു നിന്നും കണ്ടുപിടിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നതും അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ ഭാരതീയ ശില്പകലകളെ വെല്ലുവാൻ കരുത്തുള്ള ഒരുത്തിന് ഈ ഭൂലോകത്തെങ്ങും കാണുകയില്ല. നമ്മുടെ ശില്പശാസ്ത്രം അത്രയ്ക്കും മഹത്താണ്. ശാസ്ത്രവും പാണ്ഡിത്യവുമല്ല നമുക്ക് ആവശ്യം, പ്രായോഗിക വിജ്ഞാനമാണ്. മഹാരാജാവേ, ക്രിസ്തുദേവന്റെ ശിഷ്യനായ വിശുദ്ധ തോമ ഇപ്പോൾ പാണ്ഡ്യദേശത്ത് സുവിശേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രേക്ഷിതവൃത്തി സ്വീകരിച്ചിരിക്കുന്നു എങ്കിലും ശില്പകലയിൽ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ വരുത്തിയാൽ ആ ഭാരം നാം താങ്കളെ തന്നെ ഏൽപ്പിക്കും.